الحمد لله رب العالمين نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله تعالى من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الناس أوصيكم ونفسي أولا بتقوى الله أعوذ بالله السميع العليم من الشيطان الرجيم إن المتقين في جنات وعيون آخذين ما آتاهم ربهم إنهم كانوا قبل ذلك محسنين كانوا قليلا من الليل ما يهجعون وبالأسحار هم يستغفرون وفي أموالهم حق للسائل والمحروم صدق الله العظيم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي ആദരണീയരായ രക്ഷിതാക്കളെ, സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ റമളാനിന്റെ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് വിശുദ്ധ ജീവിതം നയിക്കുവാൻ നാം ഓരോരുത്തരെയും ആദ്യമായി വസിയത്ത് ചെയ്തുകൊള്ളുന്നു. റമളാൻ മാസത്തിലെ അനുഗ്രഹീതമായ സുദിനങ്ങളിലൂടെയാണ് നാം പോയിക്കൊണ്ടിരിക്കുന്നത്. സത്യവിശ്വാസികൾക്ക് ഒരുപാട് ഇസ്ലാമിക മൂല്യങ്ങളെ പകർന്നു തരുന്ന ഒരു മഹത്തായ ആരാധനാ കർമ്മമാണ് വ്രതാനുഷ്ഠാനം. റമളാൻ മാസത്തിലെ വ്രതാനുഷ്ഠാനത്തെ അതിന്റെ ചൈതന്യത്തോടുകൂടി നിർവഹിച്ചെങ്കിലേ യഥാർത്ഥത്തിൽ അല്ലാഹുവിന്റെ അടുക്കൽ അത് സ്വീകരിക്കപ്പെടുകയുള്ളൂ. വ്രതാനുഷ്ഠാനം നമുക്ക് നൽകുന്ന ഒരു സന്ദേശം, സമൂഹത്തിലെ പട്ടിണി കിടക്കുന്ന പാവപ്പെട്ട മനുഷ്യന്റെ പട്ടിണിയുടെ നമ്പരം വിശ്വാസിയെ പഠിപ്പിക്കുന്നു എന്നതാണ്. സംഗതി ഒരു നേരത്തെ ഭക്ഷണമാണ് നമ്മൾ ഒഴിവാക്കുന്നത്. പക്ഷെ ഒരു നേരത്തെ ഭക്ഷണം ഒഴിവാക്കിയപ്പോൾ 14 മണിക്കൂർ നേരം നോമ്പനുഷ്ഠിച്ചപ്പോൾ നല്ല വിശപ്പും നല്ല ദാഹവും നമ്മൾ അനുഭവിക്കുന്നുണ്ട്. അപ്പൊ ജീവിതത്തിലൊന്നും പട്ടിണി കിടക്കുന്ന മനുഷ്യന്റെ അവസ്ഥ ആലോചിച്ച് നോക്കൂ. പട്ടിണി കിടക്കുന്ന മനുഷ്യരുടെ വേദന സത്യവിശ്വാസിയെ ഓർമ്മപ്പെടുത്തുന്ന ഏറ്റവും മഹത്തായ ഒരു ആരാധനാ കർമ്മമാണ് വ്രതാനുഷ്ഠാനം. നമ്മൾ വിശ്വസിക്കണം, ഞാനും നിങ്ങളും ജീവിക്കുന്ന ലോകത്ത് ഏകദേശം 150 കോടി മനുഷ്യർ പട്ടിണി കിടക്കുന്നുണ്ട്.
അല്ലാഹു തആല ഭക്ഷണം കൊടുക്കാത്തതിന്റെ പേരിലല്ല അവർ പട്ടിണി കിടക്കുന്നത്. ലോകത്ത് 700 കോടി മനുഷ്യർ ജീവിക്കുന്നുണ്ടെങ്കിൽ 700-ലേറെ കോടി മനുഷ്യർക്ക് സുഭിക്ഷമായി ഭക്ഷിക്കാവുന്ന ഭക്ഷ്യധാന്യം ലോകത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. പക്ഷെ അതിസമ്പന്നരായ ആളുകൾ സുഖിച്ചു മതിച്ച് ആനന്ദിച്ച് ഭക്ഷിച്ച് ജീവിക്കുമ്പോൾ ഭക്ഷ്യധാന്യങ്ങളുടെ തെറ്റായ ക്രയവിക്രയത്തിന്റെയും തെറ്റായ സാമ്പത്തിക ക്രമത്തിന്റെയും പേരിൽ ലോകത്തെ വലിയൊരു വിഭാഗം പട്ടിണി കിടക്കുകയാണ്. ലോകാരോഗ്യ സംഘടന പറയുന്നത് ഏകദേശം 22,000 കുട്ടികൾ ലോകത്ത് ഒരു ദിവസം പട്ടിണി മൂലം പോഷകാഹാരക്കുറവ് മൂലം മരിക്കുന്നുണ്ട് എന്നാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി റമളാൻ മാസത്തെ ഷഹ്റുൽ മുവാസാത്ത്, സഹാനുഭൂതിയുടെ മാസമാണ് റമളാൻ. അള്ളാഹുവിന്റെ കാരുണ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്രതാനുഷ്ഠാനക്കാരൻ ഭൂമിയിലുള്ളവരോട് കരുണ കാണിച്ചെങ്കിലേ പടച്ചതമ്പുരാന്റെ കാരുണ്യം കിട്ടൂ എന്ന് തിരിച്ചറിയുന്നവനാണ്. അള്ളാഹുവിന്റെ കാരുണ്യം നമുക്ക് ലഭിക്കണമെങ്കിൽ സമസൃഷ്ടികളോടും ഭൂമിയിലെ ജീവജാലങ്ങളോടും കരുണ കാണിക്കാൻ നാം ബാധ്യസ്ഥരാണ്. അപ്പോൾ നോമ്പ് നമുക്ക് ഈ ഒരർത്ഥത്തിൽ ശരിയായ ഘടനയിൽ മനുഷ്യരുടെ വിഷമങ്ങളെ സംബന്ധിച്ച് ബോധ്യപ്പെടുത്തി തരുന്നുണ്ട്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറ്റേത് സന്ദർഭത്തെക്കാളും ഉദാരനായിരുന്നു റമളാനിൽ. റമളാൻ മാസത്തിൽ പ്രവാചകൻ കയ്യൊഴിച്ച് ദാനം ചെയ്തിരുന്നു. ദാനധർമ്മങ്ങൾക്ക് ഇരട്ടിയായി പ്രതിഫലം ലഭിക്കുന്ന ഒരു സന്ദർഭവും കൂടിയാണ് റമളാൻ മാസം. യഥാർത്ഥത്തിൽ ഇത്രേ ആ വിഷയത്തെക്കുറിച്ചുള്ളൂ. പക്ഷേ നമ്മുടെ സമുദായം വേറൊന്നും കൂടി കൽപ്പിച്ചുണ്ടാക്കിയിട്ടുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ സക്കാത്തിന്റെ മാസവും കൂടിയാണ് റമളാൻ മാസം എന്ന് പൊതുവെ നമ്മുടെ സമുദായം കൽപ്പിച്ചുണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ സക്കാത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഗൗരവപൂർവ്വം ആ കാര്യം ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. റമളാൻ മാസം സക്കാത്തിന്റെ മാസം അല്ലേ അല്ല. ദീനുൽ ഇസ്ലാമിൽ സക്കാത്ത് കൊടുക്കാൻ ഒരു പ്രത്യേക മാസം നിശ്ചയിച്ചിട്ടില്ല. സക്കാത്ത് റമളാൻ മാസത്തിൽ കൊടുത്തതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ഗുണമോ പ്രതിഫലമോ ഇരട്ടി പ്രതിഫലമോ ഇല്ല. ഇതൊരഭിപ്രായ വ്യത്യാസമുള്ള വിഷയവും അല്ല. ഞാൻ എന്റെ അഭിപ്രായം തെറ്റിദ്ധരിക്കുന്ന വിചാരിച്ചാണ് ഞാൻ പറഞ്ഞത്. വ്യത്യാസമുള്ള കാര്യവും അല്ല. നമ്മളെല്ലാവരും കൂടി അഡ്ജസ്റ്റ് ചെയ്ത് ഉണ്ടാക്കിയെടുത്ത ഒരു പരിപാടിയാണ് സക്കാത്ത് റമളാനിൽ കൊടുക്കാം എന്നുള്ളത്. ദീനുൽ ഇസ്ലാമിൽ സക്കാത്ത് കൊടുക്കുന്നതിന് ഒരു ഹൗല് നിശ്ചയിച്ചിട്ടുണ്ട്, ഒരു ചാക്രിക ഘട്ടം. അത് ഒരാളുടെ കയ്യിലെ സമ്പത്ത് ഒരു വർഷം തികയുമ്പോൾ സക്കാത്ത് കൊടുക്കണം. ഒരാൾക്ക് ശഅബാൻ 15-നാണ് അയാളുടെ മകൻ കല്യാണം കഴിച്ചപ്പോൾ ആ പെൺകുട്ടിയുടെ കഴുത്തിൽ ശരീരത്തിൽ 50 പവൻ അല്ലെങ്കിൽ 100 പവൻ സ്വർണമുണ്ട്. ശഅബാൻ 15-നാണ് കല്യാണം നടന്നത്. അപ്പോ പിറ്റത്തെ ശഅബാൻ 15-ന് തന്നെ അതിൽ നിന്ന് 2.5 പവൻ സക്കാത്ത് കൊടുത്തിരിക്കണം. ശഅബാൻ 15-ന് കൊടുക്കേണ്ട സക്കാത്ത് 15 ദിവസം കഴിഞ്ഞാൽ റമളാനിലേക്ക് എത്തും. നീട്ടിവെക്കുന്നത് കുറ്റമാണ്, തെറ്റാണ്. നിങ്ങൾ പലരും ഇൻകം ടാക്സും സെൽ ടാക്സും GST ഒക്കെ കൊടുക്കുന്നവരല്ലേ. മാർച്ച് 31-ന് കൊടുക്കേണ്ട കണക്ക് ഏപ്രിലോ മെയിലോ ഞങ്ങൾ റമളാൻ മാസം വരുന്നുണ്ടെന്ന് കരുതിയിട്ട് മെയ് മാസത്തിലേക്ക് നീട്ടിവെച്ചാൽ ശിക്ഷ കിട്ടും. ഇതുപോലെ റമളാൻ മാസത്തിൽ സക്കാത്ത് കൊടുക്കുന്നത് കൊണ്ട് ഒരു പ്രത്യേകിച്ചൊരു ഗുണവും ഇല്ല. അത് കൊടുക്കേണ്ടത് ശഅബാൻ 15-നാണ്. ഏതുപോലെ എന്ന് പറഞ്ഞാൽ നമ്മളടുത്ത് ഒരാൾ റമളാന്റെ ഒരു ദിവസം മുമ്പ് വരികയാണ്, ഒറ്റ ദിവസം മുമ്പ് ആൾ വന്നിട്ട് പറയുന്നത് ഇത്തിരി ഭക്ഷണം തരണം, വിശക്കുന്നുണ്ട്, നല്ല വിശപ്പാ,
അപ്പോഴാണ് നമ്മൾ പറയുന്നത്, ഒരു ദിവസം കൂടി കഴിഞ്ഞിട്ട് വന്നിരുന്നെങ്കിൽ നിനക്ക് ഭക്ഷണം തന്നാൽ എനിക്ക് കൂലി ഏറെ കിട്ടിയാനെ, അതുകൊണ്ട് തൽക്കാലം ഒരു ദിവസം കൂടി വിശക്ക് എന്ന് പറയുന്നത് എത്രമാത്രം വങ്കത്തരമാണോ അതുപോലെയാണിത്. ഈ സമുദായത്തിന് എല്ലാ കഷ്ടപ്പാടും പറയേണ്ടത് റമദാനിൽ മാത്രം. വീട് ഇടിഞ്ഞു പൊളിഞ്ഞു വീഴേണ്ടത് റമദാനിൽ, വെള്ളപ്പൊക്കം വരേണ്ടത് റമദാനിൽ. സാമ്പത്തികമായ ആവശ്യം ഈ സമുദായത്തിന് മുഴുവൻ വരേണ്ടത് റമദാനിലായിരിക്കണം. കാരണം റമദാനിലെ കാശ് കൊടുക്കൂ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത്, ഒരാൾ കച്ചവട കൃഷി ചെയ്തു, അതിന്റെ വിഭവങ്ങൾ ലഭ്യമായാൽ വാത്തു ഹക്കവും ഹസാദി, അത് വിളവെടുപ്പ് സമയത്ത് അത് സക്കാത്ത് കൊടുക്കണം. ആരുടെ കയ്യിലാണോ എപ്പോഴാണോ പണം വരുന്നത് അപ്പോൾ സക്കാത്ത് കൊടുക്കണം. എന്ന് പറഞ്ഞാൽ 365 ദിവസവും 24 മണിക്കൂറും നടക്കേണ്ട പ്രക്രിയയാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിലെ സക്കാത്ത്. 365 ദിവസവും നടക്കേണ്ട കാര്യമാണ്. ഞാൻ സക്കാത്തിനെ കുറിച്ച് കൂടുതൽ വിശദീകരിക്കാൻ ചില വസ്തുതകൾ ശക്തമായി ഓർമ്മപ്പെടുത്താൻ മാത്രമാണ് ഈ ഖുതുബയിൽ. അതിലൊന്ന്, പരിശുദ്ധ ഖുർആനിലെ ഏതാനും ആയത്തുകൾ ഞാൻ ഓതി. നമ്മുടെ റമളാൻ മാസത്തിൽ ഭയങ്കര പ്രാർത്ഥനയും നിസ്കാരം തറാവീഹും ഓത്തും ദുആയും ഒക്കെ ആയിട്ട് കഴിഞ്ഞുകൂടാൻ. പക്ഷേ ഖുർആൻ മുത്തഖീങ്ങളുടെ ഒരു ചിത്രം വരച്ചു കാണിക്കുന്നുണ്ട്. ഇന്നൽ മുത്തഖീന ഫീ ജന്നാത്തിൻ വഉയൂൻ ആഖിദീന മാ ആതാഹും റബ്ബുഹും ഇന്നഹും കാനൂ ഖബ്ല ദാലിക മുഹ്സിനീൻ കാനൂ ഖലീലൻ മിനൽ ലൈലി മാ യഹ്ജഊൻ വബിൽ അസ്ഖാരി ഹും യസ്തഗ്ഫിറൂൻ. ആ മുത്തഖീങ്ങൾ, സ്വർഗത്തിൽ പോകുന്ന മുത്തഖീങ്ങൾ പാതിരാവിലിരുന്നു കൊണ്ട് അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തുന്ന, രാത്രി വളരെ കുറച്ചിറങ്ങി കൂടുതൽ പ്രാർത്ഥനാ നിർഭരമായ ഭക്തി നിർഭരമായ കാര്യങ്ങൾ നിർവഹിക്കുന്ന ആ മുത്തഖീങ്ങളുടെ ചിത്രം ഇങ്ങനെ ഖുർആൻ വരച്ചു കാണിച്ചിട്ട് പറഞ്ഞു, വഫി അംവാലിഹിം ഹഖ്ഖുൽ ലിസ്സാഇലി വൽ മഹ്റൂം. ആ മുത്തഖി സ്വർഗത്തിലെത്തിയത് വെറും നിസ്കരിച്ച് നോക്കിയിട്ടല്ല, പകരം അവരുടെ സമ്പത്തിൽ വിഭവം തടയപ്പെട്ടവർക്ക് ചോദിച്ചു വരുന്നവർക്കും അവകാശമുണ്ട്. ആ അവകാശം നിവർത്തിച്ചു കൊടുത്തതിന്റെ പേരിലാണ് അവർ സ്വർഗത്തിലെത്തുന്നത്. നമ്മൾ ഒന്നാമത് മനസ്സിലാക്കണം, ഏറ്റവും ഗൗരവമുള്ള വിഷയമാണ് സക്കാത്തും സദഖയും. അത് ശരിയാകാതെ സ്വർഗത്തിന്റെ പടി ഒരു പൊന്ന് വാപ്പയുടെ മുൻകൂർ കടക്കാൻ കഴിയില്ല. നമസ്കാരം കൊണ്ട് മാത്രം ഒരാൾക്ക് സ്വർഗത്തിലെത്താൻ കഴിയില്ല. فويل للمشركين الذين لا يؤتون الزكاة وهم بالآخرة هم كافرون. സക്കാത്ത് കൊടുക്കാത്ത ബഹുദൈവാരാധകരായ നിഷേധികളായ ആളുകൾ, അവർക്ക് കഠിന ശിക്ഷയുണ്ട്. അങ്ങനെ സക്കാത്ത് നിഷേധികളെ കാഫിർ എന്നും മുശ്രിക്ക് എന്നും ഖുർആൻ വിശേഷിപ്പിച്ചിരിക്കുന്നു. എന്ന് മാത്രമല്ല, അവർക്ക് കഠിന ശിക്ഷയുണ്ട് എന്നാണ്. ഇസ്ലാമിന്റെ ഒരു നിലപാട് തന്നെ, ആദ്യം ഇസ്ലാമിന്റെ ഒരു ആധിപത്യം വന്നാൽ അവിടെ നമസ്കാരം, പിന്നെ ഉടനെ നടപ്പാക്കേണ്ട കാര്യം സക്കാത്താണ്. അല്ലദീനഹും മക്കന്നാഹും ഫിൽ അർളി വഅഖാമുസ്സലാത്ത വആത്തുസ്സക്കാത്ത് വഅമറു ബിൽ മഅറൂഫ് വനഹു അനിൽ മുൻകർ. വളരെ കൃത്യമായിട്ട് പറയാം, നിങ്ങൾക്ക് ഭൂമിയിൽ ആധിപത്യം കിട്ടിയാൽ നമസ്കാരം നടപ്പാക്കണം, സക്കാത്ത് കൊടുക്കണം, നന്മ കൽപ്പിക്കണം, തിന്മ വിരോധിക്കണം. ഇസ്ലാമിൽ വളരെ അവിഭാജ്യമായ ഘടകമാണ് സക്കാത്ത്. പല സ്ഥലത്തും ഖുർആൻ നമസ്കാരത്തിനോട് ചേർത്ത് സക്കാത്തിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ നരകത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് സക്കാത്ത് നിഷേധികളുടെ കാര്യം പറഞ്ഞുകൊണ്ടാണ്. നരകം വളരെ വിശദമായി ഖുർആൻ പല സ്ഥലത്തും വിശദീകരിച്ചപ്പോൾ ഈ സാമ്പത്തിക ബാധ്യത നിർവഹിക്കാത്തവരെ കുറിച്ചാണ്. അല്ലാഹു തആല വെറും കൈയോടെ നമ്മളെ ഭൂമിയിലേക്ക് വിട്ടിട്ട് ഒരുപാട് സമ്പത്ത് സൗകര്യമൊക്കെ തന്നു. ഈ സമ്പത്തിനെ കുറിച്ച് നാളെ പടച്ച തമ്പുരാന്റെ കോടതിയിൽ കണക്ക് പറയാതെ കാല് മുന്നോട്ട് വെക്കാൻ അല്ലാഹു അനുവദിക്കില്ല. ശരിക്ക് കണക്ക് പറയേണ്ടി. സമ്പത്ത് എവിടെ കിട്ടി, എവിടെ ചെലവഴിച്ചു, വെറും കൈയോടെ തിരിച്ചു പോണ്ടി വരും. ഇസ്ലാം പഠിപ്പിക്കുന്നത് നിന്റെ കയ്യിലുള്ള സമ്പത്ത് അള്ളാഹുവിൻ്റെതാണ്. അൽമാലു മാലുള്ള. നമ്മൾ ആദ്യം സക്കാത്ത് കൊടുക്കണമെന്നൊക്കെ വിചാരിച്ച് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം ധരിക്കേണ്ട ധാരണ പറഞ്ഞാൽ എന്റെ കയ്യിലുള്ള മുതൽ എന്റേതല്ല, അള്ള തൽക്കാലം തന്നതാ. ഇപ്പൊ എന്റെ പറമ്പ് എന്ന് പറഞ്ഞാൽ 1 ഏക്കർ ഭൂമി ഉണ്ടല്ലോ, ആ 1 ഏക്കർ ഭൂമി എത്ര ആൾക്കാർ എന്റെ പറമ്പാന്ന് പറഞ്ഞ് നടന്ന ഭൂമിയാണെന്നറിയോ? ഇപ്പൊ എന്റെ കയ്യിലാ. ഞാൻ മരിച്ച സെക്കൻഡിൽ
അത് മറ്റൊരാളെ കയ്യിലാണ്. എന്റെ ബാങ്ക് ബാലൻസ് ഞാൻ മരിച്ച സെക്കൻഡ് 0 ആയി മാറും എന്ന് പറഞ്ഞാൽ ഇസ്ലാം പഠിപ്പിക്കുന്നത് നമ്മളെ കയ്യിലുള്ളതൊന്നും എന്റേതല്ല, അള്ളാഹുവിൻ്റെതാണ്. അത് വിശ്വസിക്കാത്ത ഒരാൾക്ക് സക്കാത്ത് കൊടുക്കാൻ കഴിയില്ല. സമ്പത്ത് അള്ളാഹുവിൻ്റെതാണ്. മുസ്തഖ്ലിഫീനഫി, തൽക്കാലം ഏൽപ്പിച്ചതാണ്. ആ സമ്പത്തിന്റെ ഉടമസ്ഥൻ പറയുന്നു, നിങ്ങളുടെ സമ്പത്തിൽ പാവപ്പെട്ടവന് അവകാശമുണ്ട്. രണ്ടാമത് ധാരണ വരേണ്ടത് സമ്പത്ത് അള്ളാഹിൻ്റേത് മാത്രമാണെന്നല്ല, എന്റെ സമ്പത്തിൽ പാവപ്പെട്ട ആൾക്ക് നിശ്ചിത ശതമാനം അവകാശമുണ്ട്, ഞാൻ കൊടുക്കേണ്ടതുണ്ട് എന്നല്ല. സക്കാത്ത് കൊടുക്കുക എന്നല്ല ഇസ്ലാമിലെ പ്രയോഗം. ശരിക്കും സക്കാത്ത് കൊടുക്കണം എന്നല്ല പറഞ്ഞുള്ളത്. പകരം ഖുദ് മിൻ അംവാലിഹിം സദഖത്തൻ തുതഹ്ഹിറുഹും വതുസക്കിഹും ബിഹാ, നിങ്ങളെ ശുദ്ധീകരിക്കുന്ന സംസ്കരിക്കുന്ന സക്കാത്ത് പിടിച്ചെടുക്കണം എന്നാണ്. ഇത് ഒടുക്കണം, ഇത് പിടിച്ചു പിടിക്കണം എന്നാണ്. നമ്മുടെ സമ്പത്ത് അതിന്റെ നിശ്ചിത വിഹിതം എന്റേതല്ല എന്നതാണ് സക്കാത്ത്. ഇപ്പൊ ഞാൻ ഉദാഹരണം പറഞ്ഞാൽ 8 വിഭാഗം ആളുകൾക്ക് സക്കാത്ത് കൊടുക്കണം എന്നാണ്. റമളാൻ മാസമായതുകൊണ്ട് ഉറക്കം വരുന്നുണ്ട്. ആർക്കെങ്കിലൊക്കെ ഒന്ന് അടുത്തിരിക്കുന്ന ആൾക്കാരെ ശ്രദ്ധിച്ചാൽ മതി. റമളാന്റെ വെള്ളിയാഴ്ചയിലെ ദിക്റ് ഞാൻ ഖുതുബയെ കുറിച്ച് പറയും. ആ ദിക്റ് ഇറങ്ങിപ്പോയാൽ ജുമായുടെ പുണ്യം നഷ്ടപ്പെടും. പ്രത്യേകിച്ച് ഇസ്ലാമിന്റെ അടിസ്ഥാന സിദ്ധാന്തമായ സക്കാത്തിനെ കുറിച്ച് പറഞ്ഞ് നമ്മൾ ഉറങ്ങിത്തീർത്താൽ അത് ആ സിദ്ധാന്തത്തോടുള്ള ഒരുതരം അവഗണനയായി മാറും. ഞാൻ പറയുന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ സമ്പത്ത് അതിൽ 8 വിഭാഗം ആളുകൾക്കാണ് സക്കാത്ത് കൊടുക്കേണ്ടത്. ആ 8 വിഭാഗം ആളുകളിൽ യതീം മക്കളെ കുറിച്ച് പറഞ്ഞിട്ടില്ല, പള്ളിയും പറഞ്ഞിട്ടില്ല. ശരിക്കും യതീമിനെ വളരെ സ്ഥാനമാണ് ഇസ്ലാം കൊടുത്തത്. കാഫിറുൽ യതീമി ഫിൽ ജന്നത്തി ഹക്കദ, ഞാനും അനാഥകളെ സംരക്ഷിക്കുന്നവൻ സ്വർഗത്തിൽ ഈ വിരൽ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു ഇതുപോലെയായിരുന്നു. പക്ഷെ യതീം മക്കളെ 8 വിഭാഗത്തിൽ പറഞ്ഞിട്ടില്ല. കാരണം യതീമിനെ സമ്പത്ത് കൊടുക്കേണ്ടതും യതീമിനെ പരിപാലിക്കേണ്ടതും നമ്മുടെ മുതലിൽ നിന്നായിരിക്കണം. നമ്മുടെ മുതലാണ് 97.5, നാട്ടാറ് മുതലാണ് 2.5 അല്ലെങ്കിൽ 5, 20 എന്ന് പറഞ്ഞാൽ നമ്മുടെ 100 എന്ന് പറയുന്ന 100 പവൻ സ്വർണത്തിൽ ഒരു കൊല്ലം കഴിയുമ്പോൾ എന്റേതല്ലത്, എന്റേത് 97.5 അത് നാട്ടുകാരുടെ മുതലായി മാറും. അതിനെടുത്ത് കൊടുത്താൽ പോലെ യതീമിന് 97 കൊടുക്കണം എന്നാണ് ഇസ്ലാം പഠിപ്പിച്ചത്. ഇത് ശരിക്കും വിശ്വസിക്കാതെ നമ്മൾ ഈ ചില്ലറ പൈസ ഒടുക്കിട്ടിയ സക്കാത്ത് കൊടുക്കാതിരുന്നാൽ അത് വലിയ കുറ്റമാണ്. വല്ലദീന യക്നിസൂന الذهب والفضة ولا ينفقونها في سبيل الله فبشرهم بعذاب أليم يوم يحمى عليها في نار جهنم وتكوى بها جباههم وجنوبهم وظهورهم هذا ما كنزتم لأنفسكم. പറയാൻ സ്വർണവും വെള്ളിയും ഒക്കെ സക്കാത്ത് കൊടുക്കാതെ ഇങ്ങനെ സൂക്ഷിച്ചു വെക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവർക്ക് കഠിനമായ ശിക്ഷയുണ്ടെന്ന് അറിയിക്കണം. ആ സ്വർണവും വെള്ളിയും ചൂട് വെപ്പിച്ച് അവരുടെ മുതുകിലും നെറ്റിയിലും ശരീരത്തിലും വെക്കും. വല്ലാത്തൊരു ശിക്ഷയാണ് ഖുർആൻ വർണ്ണിച്ചു പറഞ്ഞു. ഒരാളെ വീട്ടില് 10.5 പവൻ സ്വർണം ഉണ്ടെങ്കിൽ 10.5 പവൻ സ്വർണം ഉപയോഗിക്കുന്നത് ഉപയോഗിക്കാത്തതൊക്കെ ആയിട്ട് 10.5 പവൻ സ്വർണം ഒരാളുടെ വീട്ടിലുണ്ടെങ്കിൽ സക്കാത്ത് കൊടുത്തിരിക്കണം. 11 പവൻ സ്വർണമാണ് ഒരാളെ കയ്യിലുള്ളതെങ്കിൽ സക്കാത്ത് കൊടുത്തിരിക്കണം. അർപ്പണമല്ല കൊടുക്കേണ്ടത്, 11ന്റെ 2.5% സക്കാത്ത് കൊടുത്തിരിക്കണം. 11.5 പവന് എത്ര രൂപയുണ്ടോ അതിന്റെ 2.5% കണക്കാക്കി കൊടുത്തിരിക്കണം. അതല്ലെങ്കിൽ നമ്മൾ ഇതൊക്കെ വെക്കും, അവസാനം മരിച്ചിട്ട് കൊണ്ടുപോകുന്നത് കുറെ ശിക്ഷ വാങ്ങാൻ മാത്രം. ഇതൊക്കെ ആർക്കെങ്കിലും ഇട്ടിട്ടുള്ള ഇപ്പോഴതൊക്കെ നമ്മളെന്ത് പൊട്ടത്തരാ കാണിക്കണേ? കുറെ മുതലുണ്ടാക്കി പേരക്കുട്ടികളെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുത്തിട്ട് കുറെ ശിക്ഷയും വാങ്ങി പരലോകത്തേക്ക് പോകാൻ. മന്നതാഹുല്ലാഹു മാല ഫലം യുദ്ദി സകാത്തഹു മുസ്ലിമ ലഹു യൗമൽ ഖിയാമത്തി ശുജാഅൻ അഖ്റാ ലഹു സബീബത്താനി ലൈതവ്വഹു യൗമൽ ഖിയാമത്തി സുമ്മ യഖൂൽ അന കൻസുക മാലുക. മുസല്ലാസ്മദ്രീനി പറയാൻ ഒരാൾക്ക് സമ്പത്ത് കൊടുത്തു, സക്കാത്ത് കൊടുത്തിട്ടില്ല, അയാൾക്ക് 2 സർപ്പങ്ങളാക്കിയിട്ട് അയാൾ മുതലൊക്കെ കൂടിയിട്ട് വരും.
പണം പുലർത്തിയ സർപ്പങ്ങളെപ്പോലെ. എന്നിട്ട് അത് നമ്മളിങ്ങനെ കുത്തിയിട്ട് പറയും, ഞാനാണ് നിന്റെ മുതൽ, ഞാനാണ് നിന്റെ സമ്പാദ്യം. കാരണം അള്ളാഹ്ക്ക് വേണമെങ്കിൽ എല്ലാവരും മുതലാളിമാരാക്കാൻ പറ്റും. കോടാനുകോടി നക്ഷത്രഗോളങ്ങൾ അത്യത്ഭുതകരമായി സൃഷ്ടിച്ച അല്ലാഹു തആലക്ക് ജീവിച്ചിരിക്കുന്ന മനുഷ്യന്മാരെ സമ്പന്നരാക്കാൻ ഒരു പ്രയാസമില്ല. പക്ഷെ പരീക്ഷ നടക്കുന്നത് ഇവിടെയാണ്. ഇത്തിരി മുതൽ ചിലരുടെ കയ്യിൽ കൊടുത്ത് അത് കൊടുക്കുന്നുണ്ടോ എന്നുള്ള പരീക്ഷയാണ് നടക്കുന്നത്. ഇതിലേറ്റവും വലിയ പ്രശ്നം എന്താ പറഞ്ഞാൽ, നമ്മൾ മുതലാളിയായത് നമ്മൾ അറിഞ്ഞിട്ടുണ്ടാവില്ല. നമ്മൾ ജനിച്ചപ്പോൾ നാട്ടിലെ 2-3 മുതലാളിമാരുണ്ടാവും ജനിച്ച കാലത്ത്. അവരെ നമ്മൾ ഇടയ്ക്ക് മുതലാളിയും പറയും. അവരാണ് സക്കാത്ത് കൊടുത്തിരുന്നത്. പക്ഷെ ഇതിന്റെ ഇടയ്ക്ക് ഞാൻ മുതലാളിയായത്, ഞാൻ സമ്പന്നനായത്, ഞാൻ കൊടുക്കാൻ അർഹനായത് നമ്മൾ അറിയാതെ പോകും. 595 ഗ്രാം വെള്ളിക്ക് തുല്യമായ മുതൽ ഒരു കണക്ക് പ്രകാരം ഇങ്ങനെ 10,000 ഉറുപ്പുണ്ടെങ്കിൽ, ഇനി അതെടുക്കുന്നില്ലെങ്കിൽ 3 ലക്ഷത്തിന്റെ മുതലിന് അല്ലെങ്കിൽ 2.5 ലക്ഷത്തിന്റെ 10 പവന്റെ മുതലിന് ഒരാൾ അർഹനായോ അയാൾ സക്കാത്ത് കൊടുത്തിരിക്കണം. ആ സക്കാത്ത് കൊടുത്തിട്ടില്ലെങ്കിൽ ഇതിനാ നിസ്കാരം കൊണ്ടൊരു കാര്യമില്ല. അപ്പൊ അതുകൊണ്ട് പടച്ചോനെ പറ്റിക്കാൻ പറ്റില്ല. നമുക്കിപ്പോ ഇൻകം ടാക്സുകാരെ പറ്റിച്ചാലുള്ള എന്താ പറഞ്ഞാൽ, ഇൻകം ടാക്സുകാർ വന്ന് ചെക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഫൈൻ അടച്ച് അങ്ങനെയാക്കി രക്ഷപ്പെട്ടു പോകാം. പക്ഷേ അള്ളാഹുവിനെ പറ്റിച്ചാൽ ആ കണക്ക് നോക്കുന്നത് ഖബറിലാണ്, ഹിസാബിലാണ്, മഹ്ശറയിലാണ്. പിന്നൊരു തിരിച്ചുപോക്കോ ഫൈനടക്കലോ പറ്റൂല. അതുകൊണ്ട് നമ്മൾ ശരിക്ക് കണക്ക് കൂട്ടി അവിടെയാണ് കൊടുക്കാൻ കഴിയണം. അവിടെയാണ് ഏറ്റവും പ്രധാനം. സക്കാത്ത് ശരിക്കും നമ്മൾ കണക്കാക്കണം. ഇങ്ങനെ പോയിട്ട് ഭാര്യയും മോളൊക്കെ കയ്യിൽ സ്വർണ്ണത്തിലുണ്ട് നോക്കാം, നമ്മുടെ ബാങ്കിലൊക്കെ അക്കൗണ്ട് ഇട്ട് നോക്കാം. കച്ചവടക്കാരൻ സക്കാത്ത് കൊടുക്കേണ്ടതുണ്ട്. ഏറ്റവും വലിയൊരു കാര്യം നമ്മൾ പലപ്പോഴും തെറ്റിദ്ധരിച്ചു പോയിട്ടുള്ള തെറ്റിദ്ധാരണ, സക്കാത്ത് വരുമാനത്തിനാണ് എന്ന് നമ്മൾ ധരിച്ചു പോയിരിക്കുന്നു. അല്ല, ഇൻകം ടാക്സ് ഒക്കെ വരുമാനത്തിനാണ്. പക്ഷെ സക്കാത്ത് വരുമാനത്തിനല്ല, സക്കാത്ത് മുതലിനാണ്. നമ്മുടെ കയ്യിലെ മുതലിനാണ് സക്കാത്ത്. ഒരാളുടെ കച്ചവടപ്പീടികയിൽ 10 ലക്ഷം അല്ലെങ്കിൽ 50 ലക്ഷത്തിന്റെ ആസ്തി ഉണ്ടെങ്കിൽ 50 ലക്ഷത്തിന് അയാൾ സക്കാത്ത് കൊടുത്തിരിക്കണം. അങ്ങനെ വെച്ചാൽ 100 പവൻ സ്വർണം ഒരു കൊല്ലം 2.5 പവൻ സക്കാത്ത് കൊടുത്തു, പിറ്റത്തെ കൊല്ലം 97 പിന്നെ സക്കാത്ത് കൊടുക്കണം. പിന്നെ പിറ്റത്തെ കൊല്ലം 95 പിന്നെ സക്കാത്ത് കൊടുക്കണം. കൊടുത്തേ പറ്റൂ. കൊടുക്കാൻ തന്ന ഉടമസ്ഥൻ പറയുന്നു കൊടുക്കാൻ. അങ്ങനെ സക്കാത്ത് കൊടുത്താൽ നമ്മുടെ മനസ്സ് ശുദ്ധീകരിക്കപ്പെടും, നമ്മുടെ സമ്പത്ത് ശുദ്ധീകരിക്കപ്പെടും. ആ സക്കാത്ത് കൊടുക്കുന്നതിലൂടെ ഒരു വ്യക്തി വിശുദ്ധമായ ഘടനയിലാവും. അയാളുടെ സമ്പാദ്യം, അയാളുടെ സാമ്പത്തിക ഇടപാട് സത്യസന്ധമായി തീരും. കാരണം ഞാൻ തന്നെ അധ്വാനിക്കണം, വേണം മറ്റുള്ളവർക്ക് കൊടുക്കുകയാണെങ്കിൽ ആ തട്ടിപ്പും വെട്ടിപ്പും നടത്തൂല. അപ്പൊ സക്കാത്തിന്റെ കാര്യത്തിൽ ഗൗരവമായിരിക്കും. ഇനി സക്കാത്ത് കൊണ്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ലക്ഷ്യം നമ്മൾ ശുദ്ധീകരിക്കപ്പെടാമെന്ന് മാത്രമല്ല, സമൂഹത്തിന്റെ ദാരിദ്ര്യം ഇല്ലാതാക്കാനും സക്കാത്ത് സാധിക്കും. കാരണം സമ്പത്ത് എന്ന് പറഞ്ഞാൽ തോഹദുമിന് അവിനിയ ഇന്റെ പുറത്തു ഇല ഫുഖറാഹിയും, സമ്പന്നരിൽ നിന്ന് പിടിച്ചെടുത്ത് ദരിദ്രരിലേക്ക് ഇങ്ങനെ ഒടുക്കപ്പെടണം. അങ്ങനെ വരുമ്പോൾ ഒരു സമൂഹത്തിൽ എല്ലാവരും വിജയിക്കും. നമ്മുടെ നാട്ടിലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ സമ്പത്ത് ഏതാനും മുതലാളിമാരിൽ അക്യുമുലേറ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. രാജ്യത്തിന്റെ സമ്പത്തിന്റെ 90% 90 കൂട്ടുകാരെ കയ്യിലാണ്. 75% 130 കോടി മനുഷ്യർ ജീവിക്കുന്ന ഇന്ത്യ രാജ്യത്തിന്റെ സമ്പത്തിന്റെ 75% അങ്കുലി പരിമിതരായ 10 താഴെ ആളുകളുടെ കയ്യിലാണ്. നമുക്കാകുള്ളത് ചെറിയതാ. കാരണം സമ്പന്നൻ കൂടുതൽ സമ്പന്നനാവുക, പാവപ്പെട്ടവൻ കൂടുതൽ പാവപ്പെട്ടവനാവുക. പക്ഷെ സക്കാത്ത് സംവിധാനത്തിലൂടെ സമ്പന്നനാകും, പക്ഷേ ദരിദ്രൻ മെച്ചപ്പെട്ടവനായി ഉയർന്നെടുത്തേറ്റ് വരും. പക്ഷെ നമ്മളിപ്പോൾ സക്കാത്ത് കൊടുക്കുന്നത്, നമ്മുടെ സമുദായം ധാരാളം സക്കാത്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന് നമ്മൾ മഹാക്കള്ളത്തരം കാണിച്ചിട്ടാണ് സക്കാത്ത് കൊടുക്കുന്നത്. ശരിക്കും സക്കാത്ത് നമ്മളെല്ലാവരും കണക്കാക്കിയിരുന്നെങ്കിൽ വലിയ കോടിക്കുണ്ടാവും. ആരെയും പറ്റിക്കണതപ്പോ ഇരുന്ന് നമ്മൾ ശരിക്ക് കണക്ക് കൂട്ടിയാൽ നമ്മുടെ കയ്യിൽ ഒരുപാടുണ്ടാവും. ഷെയറായിട്ട് കുറച്ചുണ്ടാവും, ബാങ്കിൽ കുറവുണ്ടാവും, ക്യാഷായിട്ട് കുറവുണ്ടാവും, മോളെ സ്വർണ്ണമായിട്ട് വേറുണ്ടാവും, ഭാര്യയുടെ കയ്യിൽ വേറുണ്ടാവും, വേറെ കച്ചവടത്തിന് കുറവുണ്ടാവും. ഒക്കെ കൂടി കൂട്ടി സക്കാത്ത് കൊടുക്കാൻ കുറവുണ്ടാവും. പേടിക്കൊന്നും വേണ്ട. നമ്മളത് കുറഞ്ഞുപോയി. ലോകത്തൊരാൾ സക്കാത്ത് കൊടുത്ത് കുറഞ്ഞു പോയിട്ടില്ല. ചീട്ട് കളിച്ചിട്ടുണ്ട്, അതേപോലെ ലോട്ടറി എടുത്ത് കുറഞ്ഞു പോയവരുണ്ട്, കല്യാണം നടത്തി കുറഞ്ഞു പോയവരുണ്ട്. പക്ഷെ സക്കാത്ത് കൊടുത്തിട്ട് ഒരു മനുഷ്യൻ കുറഞ്ഞു പോയിട്ടില്ല. കാരണം മാനക്ക സമാലിന് സദഖ,
സദക്ക കൊണ്ട് ഒരാളുടെ സമ്പത്ത് കുറയില്ല. അല്ലാഹു തആല ഇങ്ങനെ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കും. കാരണം അതിന്റെ അനുബന്ധ സമൂഹം വളരുമ്പോൾ ഇയാളും വളരും. ഇനി രണ്ടാമത്തെ ഈ കൊടുക്കണം സമ്പത്ത് മാത്രമല്ല, നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ ഇങ്ങനെ സക്കാത്ത് കൊടുത്തിട്ടും നമ്മുടെ സമൂഹത്തിൽ ഒരു മാറ്റം ഉണ്ടാവണില്ല. അതിന് കാരണം എന്താ പറഞ്ഞാൽ ഇത്രയേറെ നമ്മൾ അവഗണിച്ച് നമ്മളെ ഇബാദത്തുകളിൽ നമ്മൾ ഏറ്റവും കൂടുതൽ അവഗണിച്ചത് സക്കാത്താ. നിസ്കാരമൊക്കെ ഇപ്പോൾ ഒരുവിധ ആൾക്കാർ നിസ്കരിക്കാൻ തുടങ്ങി. ചില ടൗണിലൊക്കെ പള്ളിയിൽ പോയൊക്കെ മഗ്‌രിബിക്ക് ജുമാ നടക്കണ പോലെ ചെറുപ്പക്കാരൊക്കെ നിസ്കാരം എല്ലാവരും തുടങ്ങി. ഹജ്ജിനെന്താ റബ്ബ് എന്തൊരു ഒക്കെ 3-4 തവണ ഹജ്ജിന് ഉംറയ്ക്ക് ഇടക്കിടക്ക പോണു. ഇസ്ലാമിന്റെ അടിസ്ഥാന കർമ്മങ്ങളിൽ ഈ സമുദായം ഏറ്റവും കൂടുതൽ അവഗണിച്ചത് ഒരു സംശയമില്ല സക്കാത്തിനെ. സക്കാത്ത് അവിടെയും ചർച്ചയില്ല. സക്കാത്ത് അത്ര വലിയ കാര്യമാവുന്നില്ല. പക്ഷേ സക്കാത്ത് ഏറ്റവും സീരിയസ് ആണ്. ഇനി ആ സക്കാത്ത് കള്ളക്കണക്കുണ്ടാക്കി ഇരുത്തിക്കൊണ്ട് കൊടുക്കും. ഇനി കൊടുക്കണ രൂപന്റെ റബ്ബേ, ഓരോന്നിനും ഇസ്ലാം ഒരു വ്യവസ്ഥയും കിടന്ന് നിശ്ചയിച്ചു തന്നിട്ടില്ലേ? സക്കാത്തിന് കൃത്യമായൊരു വ്യവസ്ഥ നിശ്ചയിച്ചിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കണത് ആ വ്യവസ്ഥ ലംഘിച്ച് ഇപ്പൊ നിസ്കാരം അല്ല നിസ്കരിക്കാൻ തോന്നിവാസം കാണിച്ചാൽ പറ്റില്ല. നിസ്കരിക്കണ പോലെ നിസ്കരിക്കണ്ടേ? സക്കാത്തിന് അല്ലാഹു തആല ഒരു വ്യവസ്ഥ കാണിച്ചു തന്നിട്ടുണ്ട്. ആ വ്യവസ്ഥ കൃത്യമാണ്. സക്കാത്ത് സംഭരിക്കണം, അതാണ് പിടിച്ചെടുക്കണം എന്ന് പറഞ്ഞു. എന്നിട്ടോ അത് ദരിദ്രരിലേക്ക് എത്തിക്കണം. ശരിക്കും ഒരു വ്യക്തി ഇങ്ങനെ വ്യക്തിക്കായിട്ട് കൊടുക്കുന്നതല്ല സക്കാത്ത്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നബി സല്ലല്ലാഹു 8 വിഭാഗം ആളുകൾ, സക്കാത്തിന്റെ 8 വിഭാഗം അവകാശികളിൽ ഒരു വിഭാഗം വൽആമിലീന അലൈഹാ, സക്കാത്തിന്റെ സംഭരണ വിതരണത്തിൽ ഏർപ്പെട്ട തൊഴിലാളികൾ. ആ തൊഴിലാളിക്കുള്ള ശമ്പളം സക്കാത്തിൽ നിന്ന് എടുത്തു കൊടുക്കാം. ഒരു പ്രദേശത്തെ സക്കാത്ത് മുഴുവൻ ഒന്നിച്ച് ശേഖരിച്ച് എന്നിട്ട് ആസൂത്രിതമായി വിതരണം ചെയ്യപ്പെടണം. ഇതിപ്പോ നമ്മളെന്താ ചെയ്യല്? നമ്മുടെ സമുദായം ആകെ സക്കാത്ത് കൊടുക്കുന്നത് റമദാൻ മാസത്തിലൊന്നും പറയാൻ വയ്യാതെ ഇപ്പോ റമദാൻ 26ന്റെ പകലിൽ മാത്രമാണ്. റമദാൻ 27 നമ്മൾ പറഞ്ഞൊരു അതിനേക്കാൾ വലിയ പൊട്ടത്തല. ഒരു പൊട്ടത്തരങ്ങൾ നമ്മൾ ചെയ്യുന്നതിന് ആലോചിച്ച് നോക്കിയേ. രാവിലെ ആരും കാശ് കൊടുക്കുക. രാവിലെ എന്ന് പറഞ്ഞാൽ രാത്രി എന്നാണ് അർത്ഥം. 27 രാവ് എന്ന് പറഞ്ഞാൽ 27ന്റെ രാത്രിയാണ്. 26 നോമ്പ് വെട്ടി കഴിഞ്ഞ് എന്നിട്ട് രാത്രി ആകുന്നതിനാണ് രാത്രിക്കാണ് രാവ് എന്ന് പറയാം. പണ്ട് നമ്മളെ കൊണ്ടൊക്കെ ഉമ്മാര് 27 രാവിന് നോമ്പ് വെപ്പിക്കും. പിന്നെ എനിക്ക് ആലോചിച്ച് ഞാൻ മടി വയ്ക്കലുണ്ട്, 27 രാവിന് ഇങ്ങനെ നോമ്പ് വെക്കുക, രാവ് രാത്രിയല്ലേ? 26ന്റെ പകലിലാണ് 27 രാവിന്റെ നോമ്പ് കണ്ടിട്ട് നോപ്പിക്കല്. യഥാർത്ഥത്തിൽ നമ്മൾ സക്കാത്ത് കൊടുക്കുന്നത് 27 രാവ് ആകുന്നതിന് മുമ്പാണ്. അതുപോട്ടെ 26ന്റെ പകലിലാണ് 27 രാവിന്റെ സക്കാത്ത് കൊടുക്കുന്നത്. ഇനി അത് തന്നെ എന്താ അവസ്ഥ? നമ്മൾ ചാവക്കാടും പരിസരത്തൊക്കെ നമ്മൾ കാണാറുള്ള ഇഷ്ടം പോലെ റമദാൻ 26ന്റെ പകലിന്റെ എത്തിയ സുബഹിസ്കാരം കഴിഞ്ഞാൽ റോഡ് നീങ്ങുള്ള സ്ത്രീകളും കുട്ടികളും ആളുകളും ലോകമഹാതണ്ടൽ ദിവസം യാചനയെ ശക്തമായി എതിർത്ത രീതിയിൽ ഇസ്ലാം യാചിക്കുന്നവന്റെ കബറിൽ മാംസമില്ലാതെ പരലോകത്ത് ഹാജരാക്കപ്പെടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പഠിപ്പിച്ച, മുസ്ലിമിന്റെ അഭിമാനം ഉയർത്തപ്പെടണമെന്ന് പഠിപ്പിച്ച ദീനുൽ ഇസ്ലാം, ആ ഇസ്ലാമിന്റെ റമദാനിന്റെ ഒരു സുദിനത്തിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ യാചനക്ക് പോകുന്നത്. ഞാനൊരു പൊതു വിദ്യാഭ്യാസത്തിൽ പഠിപ്പിച്ചിരുന്ന മാഷ, എല്ലാ സാധാരണക്കാരായ കുട്ടികളൊക്കെ ഉണ്ട്. അപ്പൊ മിക്കവാറും കുട്ടികൾ 27 രാവ് കഴിഞ്ഞാൽ പിന്നെ സ്കൂളിൽ വരില്ല. പിന്നെ പെരുന്നാൾ കഴിഞ്ഞാ വരിക. എന്താ വരാനെന്നൊക്കെ ചോദിച്ചാൽ 27 രാവിന്റെ കാശിക്ക് പോയതാ. എത്ര കിട്ടി? പണ്ടൊക്കെ ചെറിയതാണെങ്കിൽ ഇപ്പൊ വലിയ സംഖ്യയൊക്കെ പറയും, 3000-3500 രൂപ ഒക്കെ കിട്ടി. എന്തോ മോനെ ചെയ്തത്? ഒരുപാട് നിർബന്ധിച്ച് ചോദിച്ചാൽ അവൻ പറയും 2-3 സിനിമ കുന്നംകുളത്തുനിന്ന് കണ്ടു, നല്ല ചൈനീസ് പടക്കവും പേടിച്ചിട്ട് ദീനുൽ ഇസ്ലാമിലെ സക്കാത്ത് അങ്ങ് പൊട്ടിച്ചു തീർത്തു. പെൺകുട്ടികൾ 4 ചുരിദാറും പേടിച്ചിട്ട് തീർന്നു, ഇസ്ലാമിന്റെ സക്കാത്ത് തീർന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, സങ്കടകരം എന്ന് പറഞ്ഞാൽ അതീവ സങ്കടകരമാണ്. കിണറിലെ വെള്ളം കാശിന് വിറ്റിരുന്ന യഹൂദന്റെ ഒരു സാമൂഹിക സാമ്പത്തിക അവസ്ഥയിൽ നിന്നും, യഹൂദൻ കിണറിലെ വെള്ളം കാശിന് വിൽക്കുന്ന ദാരിദ്ര്യത്തിന്റെ ഒരു സാമ്പത്തിക അവസ്ഥയിൽ നിന്നും സക്കാത്ത് മേടിക്കാൻ ആളില്ലാത്ത സമൂഹത്തെ സൃഷ്ടിച്ചെടുത്ത അത്യുന്നതമായൊരു കർമ്മമാണ് സക്കാത്ത്. സക്കാത്ത് മേടിക്കാൻ ആളില്ല. ചാവക്കാട്ടെ മുതലാളിമാരിൽ നിന്നൊക്കെ സക്കാത്ത് ഒന്നിച്ച് മേടിച്ച എത്ര ഉണ്ടാവുന്ന. ഞങ്ങൾ ബസ്സിലിരിക്കുമ്പോൾ വാട്സപ്പിൽ ഒരു കുറിപ്പ്, 2 ദിവസം മുമ്പ് 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 2
കേരളത്തിലെ അതിസമ്പന്നരായ 10 മുതലാളിമാരുടെ എമൗണ്ടാ മുതൽ. കേരളത്തിലെ ഏറ്റവും വലിയ 10 മുതലാളിമാരുടെ സംഖ്യ. അതിൽ 4 ആൾ മുസ്ലിമാ. ബസ്സിൽ വെറുതിരിക്കല്ലേ, ഞാനൊരു കാര്യം ചെയ്തു, മൊബൈലിൽ തന്നെ ആ 4 ആളെ മുതലൊന്നിരുന്ന് കൂട്ടി. എങ്ങനെയൊക്കെ മൊബൈലിൽ ആ ഫിഗർ ഒത്തു വന്നു. അത്രക്കധികം വെക്കാനൊന്നുമില്ലെങ്കിലും അത്രയും വലിയ ഒരു എമൗണ്ട്, 4 മുതലാളിമാരുടെ സംഖ്യ തന്നെ വലിയൊരു എമൗണ്ട്. ഞാൻ കുസൃതിക്ക് ഒരു 2% അതിന്റെ കണക്കൂട്ടി വെക്കുമ്പോൾ എന്റെ റബ്ബേ വലിയ കോടികളുണ്ട്. ഈ 4 മുതലാളിമാരുടെ കാശുണ്ടെങ്കിൽ കേരളത്തിന്റെ കേരളത്തിലെ ദാരിദ്ര്യം ഒരു പരിധിവരെ മാറ്റാം. 5 കൊല്ലം കൊണ്ട് മുഴുവൻ ആളുകളുടെയും ദാരിദ്ര്യം പണി മാറ്റാം. യഥാർത്ഥത്തിൽ മുസ്ലിമീങ്ങളുടെ സക്കാത്ത് കൊണ്ട് 5 കൊല്ലം കൊണ്ട് കേരളത്തിലെ മുസ്ലിങ്ങളെ മാത്രമല്ല മുഴുവൻ മനുഷ്യരുടെയും ദാരിദ്ര്യം മാറ്റാം. സക്കാത്ത് എല്ലാവർക്കും ഉള്ളതാ. അതിലൊരു വിഭാഗം ഉണ്ടല്ലോ, വൽ മുഅല്ലഫത്തു ഖുലൂബ്. 8 വിഭാഗത്തിൽ അതാണ്. ഇന്നമ സദഖാത്തു ലിൽ ഫുഖറാഇ വൽ മസാകിൻ എന്ന 8 വിഭാഗത്തിൽ. ഒന്ന് വൽ ആമിലീന അലൈഹ, അതിനുവേണ്ടി പണിയെടുക്കുന്ന തൊഴിലാളി. മറ്റൊന്ന് വൽ മുഅല്ലഫത്തു ഖുലൂബ്. എന്താ മുഅല്ലഫത്തു ഖുലൂബ് എന്ന് പറഞ്ഞാൽ? മനസ്സുകൊണ്ട് ഇണങ്ങിയവർ എന്നാണ്. മനസ്സുകൊണ്ട് ഇണക്കമുള്ള ആൾക്കാർ എന്ന് പറഞ്ഞാൽ മുസ്ലിം സമുദായത്തോട് ഇണക്കമുള്ള ആളുകൾ. അത് മുസ്ലിങ്ങളല്ല. നമ്മളെ കണ്ട കല്ലെറിയാത്തവരും വിളിക്കാൻ വരാത്തവരും തൃശ്ശൂരം കൊണ്ട് കുത്തി കൊലപ്പെടുത്താത്തവരും ആയ മനുഷ്യന്മാർ, കടുത്ത ഫാസിസ്റ്റുകളല്ലാത്ത എല്ലാ ആളുകളെയും എന്താണ് മുഅല്ലഫത്തു ഖുലൂബ് എന്നതിൽ പെടുത്തും. അവർക്ക് സക്കാത്ത് കൊടുക്കണമെന്നാ മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഫുഖറാഉ മസാഖീൻ. ഫുഖറാഉ മസാഖീൻ തന്നെ നമ്മൾ മലയാളത്തിൽ അഗതി, ദരിദ്രൻ ഒക്കെ ഒന്നും. പക്ഷെ അദ്ദേഹം അതിനെ വേർതിരിച്ചു പറഞ്ഞു, അതിൽ ഒന്ന് മുസ്ലിം ദരിദ്രനും മറ്റൊന്ന് അമുസ്ലിം ദരിദ്രനുമാണ്. വലിയ കാര്യം നടക്കട. കാരണം ഈ ഇസ്ലാമിന്റെ സേവനത്തിലൂടെയാണ് മനുഷ്യകുലം ഈ ഇസ്ലാമിലേക്ക് കടന്നു വന്നത്. നമ്മൾ കൊണ്ടുപോയിട്ട് ഇറച്ചി കൊടുക്കും, ഉലുഹിയത്തിന്റെ ഇറച്ചി, ഫിത്ർ സക്കാത്തിന്റെ അരിയുടെ മുകളിൽ അരി. അപ്പുറത്ത് കോളനിയിൽ പാവപ്പെട്ട ഹരിജനങ്ങളായ ആളുകൾ ഒരു നേരത്തെ ഭക്ഷണം ഇല്ലാണ്ട് വിഷമിക്കുക. വെറുപ്പും വിദ്വേഷവും ഇസ്ലാമിനോട് ഉണ്ടാക്കാൻ വേറൊന്നും വേണ്ട. അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല. അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറച്ച് ഭക്ഷണം കഴിക്കരുതെന്ന് പ്രവാചകൻ പറയുമ്പോൾ അയൽവാസി മുസ്ലിമാണെന്ന് പഠിപ്പിച്ചിട്ടില്ല. ഇല്ല, ഇത് ഗൗരവമുള്ള വിഷയമാണ്. ഞാൻ പറയുന്നത് സക്കാത്ത് എല്ലാവർക്കും കൊടുക്കുമ്പോൾ അവരെ മനസ്സലിയും, മനസ്സണങ്ങും, ഇസ്ലാമിന്റെ നന്മ മനുഷ്യർ ഉൾക്കൊള്ളും. ഇങ്ങനെ സക്കാത്ത് കൃത്യമായി കൊടുത്തിരുന്നെങ്കിൽ 5 കൊല്ലം മതി കേരളത്തിന്റെ ദാരിദ്ര്യം മാറ്റാൻ. ഇതെന്താ ചില്ലറ കൊടുക്കുക, അപ്പോഴും വീട് ഇടിച്ചു പോയിട്ട് തന്നെ. അതേസമയം ചാവക്കാട്ടെ 10 വീടുകൾ, 50 വീടുകൾ ചാവക്കാട്ടെ മുതലാളിമാരൊക്കെ കൂടി സക്കാത്ത് കൊടുക്കുന്നവരൊക്കെ കൂടി തെരഞ്ഞെടുത്താൽ 50 വീടായി. 100 കുടുംബങ്ങൾക്ക് തൊഴിൽ വിതരണം കൊടുത്താൽ 100 ആൾക്ക് തൊഴിലായി. അടുത്തവർ അവരിൽ നിന്ന് ഇങ്ങോട്ട് സക്കാത്ത് മേടിക്കാം. 100 ആൾക്ക് തൊഴിൽ വിതരണം മേടിച്ചു കൊടുത്താൽ അവരിൽ നിന്ന് സക്കാത്ത് ഇങ്ങോട്ട് മേടിക്കാം. 100 ആളുകൾക്ക് തൊഴിൽ കിട്ടുന്ന ഒരു ഫാക്ടറി തുടങ്ങിയാൽ അവരിൽ നിന്ന് അടുത്ത കൊല്ലം സക്കാത്ത് ഇങ്ങോട്ട് മേടിക്കാം. 5 കൊല്ലം മതി. ഇസ്ലാമിന്റെ സമ്പദ്ഘടന ലോകത്ത് പരീക്ഷിക്കപ്പെട്ടതല്ലേ. എക്കണോമിക് ക്രൈസിസിനിടയിൽ പിടിച്ചു നിന്നത് ഇസ്ലാമിന്റെ സമ്പദ്ഘടനയാ. ഞാൻ പറഞ്ഞു വന്നത് സക്കാത്തിനെ നമ്മൾ ഗൗരവത്തോടു കൂടി കാണും. അതിന്റെ വാഹകരായി സക്കാത്ത് കൊടുക്കണം. സക്കാത്ത് കൊടുക്കാനുള്ള വലിയ മടിയില്ലാതെ കൊടുത്തു നോക്കിയേ, ഉറപ്പ് അള്ളാഹുവാണ് സാക്ഷ്യം, അടുത്ത കൊല്ലം അവരെ മുതൽ വർദ്ധിച്ചിരിക്കും. അല്ല വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കും. അത് നമ്മൾ സക്കാത്ത് കൊടുത്തു നോക്കിയേ, നിങ്ങളെ ബാങ്ക് അക്കൗണ്ട് ആണോ എത്രയാണോ അതിനേക്കാൾ വലിയ സംഖ്യയായിട്ട് അത് മാറും. ആരും അത് കുറയൊന്നുമില്ല. പിന്നെ വലിയ കാശുണ്ടായിക്കഴിഞ്ഞാൽ ഇതിന്റെ ഒക്കെ കൂടി കണക്ക് അല്ലാതെ പറയാൻ നിൽക്കണ്ടേ, അങ്ങനെയൊന്നും നമ്മൾ നോക്കണ്ടില്ല. അതുകൊണ്ട് സക്കാത്ത് ശരിക്കും കൊടുക്കണം. സക്കാത്ത് കൊടുക്കാതിരുന്നാൽ അള്ളാഹുവിന്റെ അടുക്കൽ വലിയ കുറ്റവും വലിയ ശിക്ഷയും നമ്മൾ നേരിടേണ്ടി വരും. ഈ വസ്തു നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് റമദാനിൽ മാത്രമല്ല, ഇതും ശരിക്കും ഇവിടെയൊക്കെ സംഘടിത സക്കാത്ത് ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് ശക്തിപ്പെടുത്തണം, നല്ല ശക്തിപ്പെടുത്തുക. എന്നിട്ട് ഒരു കുടുംബങ്ങളെ രക്ഷപ്പെടുത്തുന്ന വിധത്തിൽ അത് മാറ്റിയെടുക്കുക. അങ്ങനെ വരുമ്പോൾ വലിയ മാറ്റം, ഇസ്ലാമിന്റെ നന്മ, അള്ളാഹുവിന്റെ അനുഗ്രഹം ഉണ്ടാവും. അതല്ലേ സക്കാത്ത് കൊടുക്കാതിരുന്നാൽ വളരെ വലിയ 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 പ്രശ്നങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ടാവും. അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പഠിപ്പിച്ചത് സക്കാത്ത് കൊടുക്കാത്തൊരു സമൂഹം ഉണ്ടായ പിന്നെ അവിടെ നാശം പൊട്ടിപ്പുറപ്പെടും. അവിടെ വിദ്വേഷവും വെറുപ്പും ഉണ്ടായിത്തീരും. അവിടെ അള്ളാഹുവിന്റെ ശിക്ഷകൾ ഇറങ്ങി വരും. അതുകൊണ്ട് ആ സക്കാത്തിന്റെ കാര്യത്തിൽ വലിയ ഗൗരവമുള്ള ചിന്ത നമ്മളൊക്കെ നടത്തണം എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തണം. അല്ലാഹു തആല അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഖുൽ ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും.